നമസ്തേ. ഹിന്ദുത്വയും രാമഭക്തിയും പറഞ്ഞ ബി.ജെ.പി. അധികാരത്തിലെത്തിയിരിക്കുന്നു. അതെ, ആ ഭരണ തേരോട്ടത്തിന് അവർ ചുക്കാൻ പിടിക്കുന്നത് അയോധ്യയിൽ നിന്നാണ്. ആ അയോധ്യയിൽ നിന്ന് തന്നെ ബി.ജെ.പിയുടെ അടിവേരിളക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് സോഷ്യലിസത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ പാർട്ടി അതോടെ തീരും. അതുപോലെ തന്നെയല്ലേ ബി.ജെ.പിക്കാർക്ക് രാമനിൽ വിശ്വാസമില്ല എന്ന് പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും? അയോധ്യ വിഷയത്തിൽ RSS തന്നെ പുറത്തു പറയുകയാണ്, ഇത് ദേശവിരുദ്ധ ശക്തികളുടെ പ്രയത്നമാണ്, ഇത് കണ്ട് നിങ്ങൾ മാറിപ്പോകരുത് എന്ന്. RSSന് പോലും വല്ലാത്ത തരത്തിൽ ഒരു ഭീതി ഇതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ടോ? അയോധ്യ ക്ഷേത്ര കൊള്ളയെക്കുറിച്ച് ഇവിടെ മാധ്യമങ്ങൾ സംഭാവന കൊള്ള എന്ന ലേബലിലേക്ക് ചുരുക്കി അതിനെ എഴുതുമ്പോൾ സത്യത്തിൽ ഇത് അയോധ്യ ക്ഷേത്ര കൊള്ള തന്നെയല്ലേ? ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ നൽകിയിട്ടുള്ള അവരുടെ ദക്ഷിണയും വഴിപാടും മനസ്സറിഞ്ഞ് നൽകിയിട്ടുള്ള ദേവന് നൽകിയിട്ടുള്ള സമ്പത്തും സ്വർണവും എല്ലാം ഉടുമുണ്ടിലും അടിവസ്ത്രത്തിലുമൊക്കെ കയറ്റി അവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു വലിയ കൊള്ള. ആ കൊള്ളയുടെ ആഘാതം കുറയ്ക്കാനായിട്ട് ബി.ജെ.പിയും RSSും ആവത് പണിപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. അടിവസ്ത്രത്തിലും സോക്സിലും ഉൾപ്പെടെ എന്ന് വേണ്ട എവിടം കൊണ്ടെല്ലാം ഇതിന്റെ സമ്പത്ത് മുക്കാവോ മോഷ്ടിക്കാവോ കട്ടുകൊണ്ടു പോകാമോ അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സത്യത്തിൽ നാണക്കേടായി ബി.ജെ.പിക്കും RSSനും എന്ന് പറയാതെ വയ്യ. ഈ മഹാമോഷണത്തിന് പിന്നിൽ ക്ഷേത്രം ട്രസ്റ്റി ചമ്പത് റായിയുടെ ഡ്രൈവർ ഉൾപ്പെടെയോട് ഉള്ള വലിയ സംഘമാണ്. എന്തായാലും ഇതിനെ തുടർന്ന് ചമ്പത് റായിയും മറ്റുള്ളവരുമൊക്കെ രാജിവെക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് സത്യത്തിൽ അയോധ്യയിൽ നടന്നത്? ഇപ്പോഴെല്ലാവരും പറയുന്നു മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള പരസ്പരമുള്ള ഒരു യുദ്ധത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്നു എന്ന്. ഇത്തരത്തിലുള്ള പടല പിണക്കങ്ങൾ ബി.ജെ.പിക്കുള്ളിലുണ്ടോ എന്ന് ഇപ്പോൾ ബി.ജെ.പി. ഭക്തരായി മാറിയിട്ടുള്ളവർ പോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥ. കേരളത്തിൽ ഹിന്ദു സംഘടനകൾ എല്ലാം പറയുന്നതിന് വിഘാതമായിട്ടുള്ള ഒരു കാര്യമാണ് അയോധ്യയിൽ നടന്നിട്ടുള്ളത്. എന്താണ് ഹിന്ദു സംഘടനകൾ പറയാറുള്ളത്? ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം, ഗവൺമെന്റ് എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് യാതൊരു തരത്തിലുമുള്ള ഒരു ബന്ധവുമില്ലാത്ത ക്ഷേത്രമായിരുന്നു അയോധ്യ രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന്റെ എന്താണ് നടന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കുക. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രസ്റ്റ് ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഓട്ടോറിക്ഷക്കാരൻ 50 കോടിയുടെ ഉടമസ്ഥനായി മാറുന്നു. അങ്ങനെ എത്രയെത്ര ഞെട്ടിക്കുന്ന കഥകൾ. മുൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ആഭ്യന്തര സെക്രട്ടറിയായ ലക്ഷ്മി നാരായൺ പോലുള്ളവർ പോലും പറയുന്നു താൻ നൽകിയ രാംചരിത് മാനസ് അതുപോലും അവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എന്ന്. ഒന്നും രണ്ടുമല്ല, 5 കോടിയിലധികം മൂല്യം വരും ഇതിന്. സ്വർണ ലിപികളാൽ എഴുതപ്പെട്ട ഇതുപോലും രാംചരിത് മാനസ് പോലും, അതായത് ഉത്തർപ്രദേശിന്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള അത്രയും മഹത്തായ ആ ഗ്രന്ഥം അത് അവിടെയില്ല. ആ ഉദ്യോഗസ്ഥൻ രാമഭക്തിയിൽ മുഴുകിക്കൊണ്ട് തന്റെ സമ്പാദ്യം അത്രയും നൽകി. എന്നാൽ ആ സമ്പാദ്യമെല്ലാം പോയത് പൂർണ്ണമായിട്ടും തസ്കര സംഘങ്ങളുടെ കൈകളിലേക്കല്ലേ? അപ്പോൾ ക്ഷേത്രം വിശ്വാസികൾക്ക് നൽകണമെന്ന് ഇവിടെ നിന്ന് അവകാശപ്പെടുന്ന ഹിന്ദു സംഘടനകൾ അവകാശപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വാസികളാൽ രൂപീകൃതമായി എന്ന് പറയുന്ന ട്രസ്റ്റ് ഭരിക്കുന്ന അയോധ്യയിൽ സംഭവിച്ചത് എന്താണ്? അയോധ്യയിലെ പിലിഗ്രിം ഫെസ്റ്റിവൽ സെന്ററിൽ വെച്ചിട്ട് കാണിക്കപ്പണം എണ്ണുന്നതിനിടയിൽ CCTVയുടെ പാസ്വേഡ് പോലും മാറ്റിവെച്ചുകൊണ്ടാണ് അവിടെ മോഷണം നടന്നിട്ടുള്ളത്. ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് യോഗി ആദിത്യനാഥ് നിയോഗിച്ച SIT സംഘത്തിന്റെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. നോട്ട് എണ്ണാൻ ഏൽപ്പിച്ചവർ അവരെല്ലാം തന്നെ സോക്സിലും അടിവസ്ത്രത്തിലും ഉൾപ്പെടെ
സ്വർണവും വെള്ളിയും കാശും ഒക്കെ കടത്തുന്ന കാഴ്ച. ഇതാണോ വിശ്വാസികളാൽ രൂപീകൃതമായിട്ടുള്ള ട്രസ്റ്റിനുള്ളിൽ നിന്ന് സംഭവിക്കുന്നത്? അതും BJP-യുടെ മർമ്മപ്രധാനമായ അയോധ്യയിൽ നിന്ന് സംഭവിക്കുന്നത്. 70-ലധികം തവണകളായി ഇത്തരത്തിൽ അടിവസ്ത്രത്തിലും ഉടുമുണ്ടിലും ഉടുവസ്ത്രത്തിലും എല്ലാം വെച്ച് കടത്തിയത് കോടിക്കണക്കിന് രൂപ. ഈ കേസിൽ ഇതുവരെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന ചമ്പത് റായിയുടെ മുൻ ഡ്രൈവറായിട്ടുള്ള രാംശങ്കർ യാദവ് എന്ന ടിന്നു യാദവും ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിൽ നിന്നും ക്ഷേത്രത്തിന്റെ ബാത്റൂമിൽ നിന്നും കണ്ടെടുത്തത് കോടിക്കണക്കിന് രൂപയും സ്വർണവും ഒക്കെയാണ്. ഇതിൽ പരം ഒരു നാണക്കേട് ഇനി വരാനുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കണം. സാധാരണ ക്ഷേത്രം ട്രസ്റ്റുകളിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നത IAS ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് പോലും കാവൽക്കാരൻ തന്നെ കട്ടോണ്ട് പോകുന്നത്, ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആ വിശ്വാസ്യതയാണ് ഈ തസ്കര സംഘം മുതലെടുത്തത്. ഒന്ന് ആലോചിച്ചു നോക്കണം. വിശ്വാസം മുതലെടുത്തുകൊണ്ട് വന്ന BJP-യുടെ നട്ടലായി മാറിയ ക്ഷേത്രമാണ് അയോധ്യ രാമക്ഷേത്രം. ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി. ക്ഷേത്രം വരുന്നതിനോ ക്ഷേത്രം സ്ഥാപിച്ചതിനോ ഒന്നും നമുക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും പറയുന്നില്ല. എന്നാൽ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ അവർ നൽകുന്ന കാണിക്കയും മറ്റുമായി നൽകുന്ന ഓരോ കാര്യങ്ങളും, കാശും വെള്ളിയും സ്വർണവും അടക്കം കുമിഞ്ഞുകൂടുന്ന അക്ഷയ ഖനിയായി, സ്വർണവും സമ്പത്തും കുമിഞ്ഞുകൂടുന്ന അക്ഷയ ഖനിയായി മാത്രം ഇതിനെ കണ്ടു ഈ ട്രസ്റ്റ് ബോർഡിലെ എല്ലാവരും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. ദൈവമുണ്ടെന്ന് 1% ചിന്തിക്കുന്ന വിശ്വാസികള് എന്ന് പറയപ്പെടുന്ന ഇവർക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്നുള്ളതല്ലേ ചോദിക്കേണ്ടത്. ശബരിമല കൊള്ള എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് എവിടെ ദൈവഭയം? എന്നാൽ വിശ്വാസത്തിന്റെ പുറത്ത് ഭരണത്തിലേറിയ ഈ സംഘത്തിന് ഇത് എന്തു പറ്റി? ഈ കാണിക്ക മോഷണം പുറത്തു വന്നതോടുകൂടി നാഷണൽ മീഡിയകളിൽ അടക്കം വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള നീരസമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ BJP-ക്ക് സീറ്റുകൾ കുറഞ്ഞത് മൂലം വലിയ രസത്തിലല്ല രണ്ടുപേരും എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വരുന്ന വാർത്തകൾ. ട്രസ്റ്റിന്റെ തലപ്പത്തിരുന്ന ചമ്പത് റായിയും അനിൽ മിശ്രയും എല്ലാം മോദിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലോയൽ ആയിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ രാജി ചോദിച്ചു വാങ്ങിയതോടുകൂടി യോഗിയും മോദിയും തമ്മിൽ വീണ്ടും പ്രയാസത്തിലായി അല്ലെങ്കിൽ നീരസത്തിലായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്നിരിക്കൽ പോലും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ യോഗിയും മോദിയും തമ്മിൽ ഇപ്പോൾ ഒരു പരസ്പര പോരാട്ടത്തിന് ഇറങ്ങുമെന്നും യോഗി മോദിക്കെതിരെ ഇതൊരു ആയുധമായിട്ട് എടുത്ത് ഉപയോഗിക്കുമെന്നും? കാരണം ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇതുകൊണ്ട് വെട്ടിയാൽ യോഗിയുടെ തലയും പോകും, മോദിയുടെ തലയും പോകും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? മുൻപ് പറഞ്ഞല്ലോ ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇതെന്ന്, അതായത് അയോധ്യ ക്ഷേത്രക്കൊള്ള. അങ്ങനെയുള്ള ഒരു വാളെടുത്ത് യോഗി ഉപയോഗിച്ചാൽ യോഗിയുടെയും മോദിയുടെയും തലയും പോകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൽ എന്തായിരിക്കും സംഭവിക്കുക? കാരണം രണ്ടുപേരുടെയും രാഷ്ട്രീയ ഭാവിയും നിലനിൽപ്പുമെല്ലാം അയോധ്യയിലും രാമഭക്തിയിലുമാണ്. രാമന്റെ പേരിൽ അഴിമതിയും അതുപോലെ തന്നെ വലിയ തട്ടിപ്പും നടന്നു എന്നുള്ളത് രണ്ടുപേരെയും ഒരുപോലെ തകർക്കുമെന്ന് ഉറപ്പല്ലേ? സ്വാഭാവികമായും അപ്പോൾ പരസ്പരം ചെളി വാരിയെറിയാൻ ഇവർ ചിന്തിക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ധരിക്കാം. പകരം ഇത് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാനല്ലേ നോക്കുക. ഇവിടേക്കാണ് RSSന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് RSS പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് RSS പറഞ്ഞത്? അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം ദേശവിരുദ്ധ ശക്തികളുടെ ചില പ്രവർത്തനങ്ങളാണ്. ഇത് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഒരു ദേശവിരുദ്ധ കാർഡ് ഇറക്കുകയാണോ RSS എന്നുള്ള ചിന്തയിലേക്ക് പോലും ആളുകളെ കൊണ്ടുപോയേക്കാം. പക്ഷേ
കുറച്ചുകൂടി ഉള്ളുകളിലേക്ക് നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകില്ലേ? കാരണം RSS ഇതിൽ നിന്ന് കൃത്യമായി കൈകഴുകി മാറി നിൽക്കാനല്ലേ ശ്രമിക്കുന്നത്? നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് BJP-യെയും മോദിയെയും മറ്റ് പോഷക സംഘടനകളെയും എല്ലാം നിയന്ത്രിക്കുന്നത് RSS ആണ്. RSS-ന്റെ നാഗ്പൂരിലെ ആ ആസ്ഥാനത്ത് നിന്നാണ് എല്ലാം എന്നല്ലേ കരുതിയിരുന്നത്? അത്തരത്തിലായിരുന്നുവല്ലോ എല്ലാ റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരുന്നതും. എന്നാൽ ഇപ്പോൾ RSS പറയുന്നു VHP പോലുള്ള സംഘടനകൾ ചെയ്യുന്നതിനൊന്നും തങ്ങൾ ഉത്തരവാദികളല്ല എന്ന്. RSS സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും ഇത് തന്നെയല്ല. RSS-നകത്തും വലിയ അഭിപ്രായ ഭിന്നതകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദത്താത്രേയ ഹൊസബളയും മോഹൻ ഭാഗവതും തമ്മിൽ അത്ര വലിയ രസത്തിലല്ല. ഈ പ്രശ്നങ്ങളെ തുടർന്ന് വലിയ അന്തചിത്രങ്ങൾ അതിനുള്ളിൽ ഉണ്ടാകുന്നുവെന്നും പറയുന്നുണ്ട്. കാരണം ഇത്രയും കാലം വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികൾക്ക് മാത്രമാണ് തങ്ങൾ ഒപ്പമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്കിടയിൽ ഇത്രയും വലിയൊരു കൊള്ള എങ്ങനെ നടന്നു? അപ്പോൾ അതിൽ വിശ്വാസമില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതായി അയോധ്യ ക്ഷേത്രക്കൊള്ള. സ്വാഭാവികമായും സോക്സിനുള്ളിലും അടിവസ്ത്രത്തിനുള്ളിലും ഒക്കെ കടത്തിയ ഈ ഒരു പ്രശ്നത്തിന് ഈ വലിയ കൊള്ളയ്ക്ക് വേണ്ടി ജനങ്ങളോട്, വിശ്വാസികളോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. 2024 തന്നെ മോദി ബ്രാൻഡ് ഇടിഞ്ഞു എന്നുള്ള ചില വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഇത് RSS വിലയിരുത്തുകയും ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും RSS-ഉം BJP-യും മോദിയും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നത്തിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ BJP-ക്ക് എതിരെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നതും ചില വിലയിരുത്തലുകൾ വരുന്നത് ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിച്ചതിന്റെയും കൂടാതെ അതിൽ കോർപ്പറേറ്റ് വൽക്കരണം നടത്തിയതിന്റെയും ഒക്കെ വലിയ വിലയാണ് BJP ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മഹാസംരംഭം, ആ മഹാസംരംഭത്തിൽ, അതും BJP-യുടെ ആണിക്കല്ലായി മാറിയിട്ടുള്ള ഈ മഹാസംരംഭത്തിൽ, അതിന്റെ അടിത്തറയായി മാറിയിട്ടുള്ള ഈ മഹാസംരംഭത്തിലേക്ക് അതിന്റെ ആളുകൾ, അതിന്റെ ഭാരവാഹികൾ തന്നെ വലിയ കൊള്ള നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും BJP-ക്കോ മോദിക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2026-ൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ളതൊക്കെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ മാറ്റത്തിന് ആധാരമായേക്കാവുന്ന ഒരു കാരണമായി അയോധ്യ ക്ഷേത്രം മാറുമെന്നുള്ളത് ആരും ചിന്തിച്ചു കാണില്ല. രാഷ്ട്രീയ മാറ്റം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും അതിന്റെ രാഷ്ട്രീയ ഗതി എങ്ങോട്ടേക്കാണ് തിരിയുന്നതും ആ കാറ്റ് വീശിയടിക്കുന്നത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമായിട്ട് അയോധ്യ കൊള്ള മാറുന്നുണ്ടോ? അയോധ്യയിലെ ഈ വൻ ക്ഷേത്ര കൊള്ളയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? BJP-യുടെ അടിത്തറ ഇളക്കുന്ന ഒരു കാരണമായിട്ട് ഈ അയോധ്യ ക്ഷേത്രക്കൊള്ള മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.